കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ മിസ്റ്റർ വേൾഡ് താരങ്ങളെ ആദരിച്ചു. കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ സിയാദ് ലത്തീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ 15ാമത് വേൾഡ് ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിസിക് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് 2024 മത്സരത്തിൽ മിസ്റ്റർ വേൾഡ് പട്ടം ഗോൾഡ് മെഡലിസ്റ്റായ കൊല്ലം സ്വദേശി അയ്യപ്പൻ പിള്ള സുരേഷ് കുമാറിനെയും കൊല്ലം ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ മിസ്റ്റർ ആൻഡ് മിസസ് സബ് ജൂനിയർ വിഭാഗം മത്സരത്തിൽ മിസ്റ്റർ വേൾഡ് നേടിയ കെവിൻ കെന്നത്ത് ഗോമസിനെയും മെമന്റോ നൽകിയും പൊന്നാട അണിയിച്ചും സ്നേഹാദരവ് നൽകി. കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ രാമഭദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവിനും ശിഷ്യനും ഒരേ വേദിയിൽ ആദരവ് നൽകി ചടങ്ങ് ഏറെ മാതൃകയാണെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. ചടങ്ങിൽ കുണ്ടറ KGVG ഫുട്ബോൾ അക്കാദമി പരിശീലകൻ തങ്കച്ചൻ, ചൈൽഡ് പ്രൊട്ടക്ടൻ ടീം കേരള സംസ്ഥാന പ്രസിഡന്റും കൊയിലോൺ ഫുട്ബോൾ അക്കാദമി മീഡിയ ചീഫുമായ ഷിബു റാവുത്തർ, QFA ജോയിന്റ് സെക്രട്ടറി ഫിർദൌസ്, കൊട്ടിയം റോട്ടറി ക്ലബ് സെക്രട്ടറി രാജൻ കായിനോസ്, ഫിലിം ഡയറക്ടറും ഫുട്ബോൾ താരവുമായ കൊല്ലം സുൽഫി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗോപകുമാർ, ഹഷീർ, ഷാജി, സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ലഹരി വിമുക്ത പുതുതലമുറയെ സൃഷ്ടിക്കുന്നതിനായി QFAയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സ്കൂൾ തലം മുതൽ നടപ്പിലാക്കുന്നതിന് തീരുമാനമായി. ജില്ലയിലുടനീളം അവയർനെസ് ക്ലാസുകളും ഫുട്ബോൾ കായിക പരിശീലനവും സർട്ടിഫൈഡ് ട്രെയിനർമാരിലൂടെ നൽകും. പരിപാടിയിൽ ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS മണി, മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി കെന്നത്ത് ഗോമസ്, ബിന്ദു ഗോമസ്, സാമൂഹ്യ പ്രവർത്തക ഗ്രീസി എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യിച്ചുകൊണ്ട് വന്ന എന്റെ ശിഷ്യൻ എന്റെ കൂടെ ആദരവ് കൊല്ലം കിട്ടി. ആദ്യം ഞാൻ മിസ്റ്റർ കൊല്ലമായി, അതിനുശേഷമാണ് മിസ്റ്റർ കേരളയും മിസ്റ്റർ ഇന്ത്യയും ഒക്കെ ആയി വന്നത്. അതുപോലെ തന്നെ എന്റെ ശിഷ്യൻ ഈ കെവിനും ആയി വരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന എന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും അവനുണ്ട്. ന്യൂസ് കേരളം 24 വേണ്ടി ചാരു, ന്യൂസ് ഡെസ്ക്, കൊല്ലം.